Marhaban ahlan wa sahlan ila qanati al-Ustad. Dear friends, welcome to Ustad YouTube channel. ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് SSLCയുടെ മോഡൽ എക്സാമിനേഷൻ 2026 കഴിഞ്ഞല്ലോ. അതിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ടൈപ്പ് ചോദ്യം, അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ. അജീബ് ഉത്തരമെഴുതുക, അനിൽ അസ്ഇലത്തി ചോദ്യങ്ങൾക്ക്, അൽ ആത്തിയ താഴെ വരുന്ന. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. 1 മുതൽ 4 വരെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. എന്താണ്? ഇഖ്തറിൽ ജവാബ് സ്വഹീഹ മിനൽ ഹിലാലൈൻ. ഇഖ്തർ തിരഞ്ഞെടുക്കുക, അൽ ജവാബ് ജവാബ് എന്നാൽ ഉത്തരം, അസ്വഹീഹ ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കുക, മിനൽ ഹിലാലൈൻ. ഹിലാലൈൻ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് എന്നാണ് അർത്ഥം. മിനൽ ഹിലാലൈൻ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ് എന്ന് നോക്കാം. അസ്ബഹ ഡാഷ് മുഅ്തദിലൻ. അപ്പോൾ കാന സ്വാറ അസ്ബഹ, അതിൻ്റെ നിയമങ്ങൾ അറിയാലോ. അതിൻ്റെ ശേഷം വരുന്ന ഒന്നാമത്തെ ഇസ്മിനെ അതിൻ്റെ ഈ അസ്ബഹയുടെ ഇസ്മ എന്ന് പറയും. അതിൻ്റെ അവസാനം ലൊമ്മ് അഥവാ റഫ് ആണ് വേണ്ടത്. അത് നമുക്കറിയാലോ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ വേർഡാണല്ലോ, അസ്ബഹയ്ക്ക് ശേഷമുള്ള ഒന്നാമത്തെ ഇസ്മാണ് നമ്മൾ ചേർക്കേണ്ടത്. അതിൻ്റെ അവസാനം ലൊമ്മായിരിക്കണം അഥവാ റഫ് ആയിരിക്കണം നമുക്കറിയാം. അപ്പോൾ ബ്രാക്കറ്റിൽ നോക്കൂ, അത്തഖ്സു, അവസാനം ലൊമ്മുള്ളത് ഏതാ? അത്തഖ്സു എന്നതല്ലേ? ഓക്കെ, അസ്ബഹ തഖ്സു മുഅ്തദിലൻ. ഈസിയാണല്ലേ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. വഫറഹുക യാ അഖി ഫറഹി. നമ്മൾ കവിതയിലെ വാക്കല്ലേ, വഫറഹുക നിന്റെ സന്തോഷം, യാ അഖി എൻ്റെ സഹോദര നിന്റെ സന്തോഷം, ഫറഹി എൻ്റെ സന്തോഷമാണ്, നിന്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. ഹാദിഹിൽ ഇബാറത്തു, ഹാദിഹി ദിസ്, ഈ ഇബാറത്ത് ഈ സെന്റൻസ്, തദുല്ലു അല അത് സൂചിപ്പിക്കുന്നു. എന്തിനാ സൂചിപ്പിക്കുന്നത്? ബ്രാക്കറ്റിൽ കൊടുത്തു നോക്കൂ, അൽ മഹബ്ബത്തി വൽ ഉഖുവത്ത് സ്നേഹം സാഹോദര്യം, അൽ അമാനത്ത് വസ്സുദ്ഖ് സത്യസന്ധത വിശ്വസ്തത, അഫിഖത്തു ബിൻ നഫ്സി ആത്മവിശ്വാസം. ഏതിനെയാ സൂചിപ്പിക്കുന്നത്? അൽ മഹബ്ബത്തു വൽ ഉഖുവത്തു സ്നേഹവും സാഹോദര്യവും അല്ലെ. മഹബ്ബത്ത് സ്നേഹം, ഉഖുവത്ത് സാഹോദര്യം. അപ്പോൾ നിന്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അയാളോടുള്ള അത്രയേറെ സ്നേഹം കൊണ്ട് പറയുന്ന വാക്കാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കാം നമുക്ക്. ഹാദാ ബൈത്തുൻ. ഹാദാ ബൈത്തു, ബൈത്തുൻ എന്നില്ലല്ലേ. ഹാദാ ഇത്, ബൈത്തു വീടാണ്. ബ്രാക്കറ്റിൽ നോക്കൂ, ജാബിറൻ ജാബിറിൻ ജാബിറുൻ. അപ്പോൾ ജാബിർ എന്ന ഒരാളെ പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അവസാനത്തെ അക്ഷരത്തിൻ്റെ ഹർക്കത്തിൽ വ്യത്യാസമുണ്ട്. ആദ്യം ജാബിറൻ, പിന്നെ ജാബിറിൻ, പിന്നെ ജാബിറുൻ. അപ്പോൾ ഇത് ജാബിറിൻ്റെ വീടാണ് എന്നാണ് പറയേണ്ടത്, ജാബിറിൻ്റെ വീട്. അപ്പോൾ അതെന്താ സംഭവം? ബൈത്ത് വീട്, ജാബിർ ജാബിർ. അപ്പോൾ അത് രണ്ടിനെയും കൂടി ചേർത്ത് ജാബിറിൻ്റെ വീട് എന്ന് പറയാണ്. അതിനാണ് അല്ലേ ഇലാഫത്ത് എന്ന് പറയാം. രണ്ട് വാക്കുകളെ പരസ്പരം ചേർത്ത് ഒന്നാക്കുക. ജാബിറിൻ്റെ വീട്, ജാബിർ വീട് എന്നത് ജാബിറിൻ്റെ വീട് എന്നാക്കാണ്. അതിനെ ഇലാഫത്ത് എന്നാണ് പറയുക. അപ്പോൾ ആദ്യത്തെ വേർഡ് ബൈത്താണല്ലോ, വീട്. അപ്പോൾ അതിനെ മുലാഫ് എന്ന് പറയും. രണ്ടാമത്തതിന് മുലാഫിൻ ഇലൈഹി എന്നാണ് പറയാ. ആ മുലാഫിൻ ഇലൈഹിയാണ് നമ്മളിവിടെ ചേർക്കേണ്ടത്. മുലാഫിൻ ഇലൈഹിയിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? മുലാഫിൻ ഇലൈഹിക്ക് ജറായിരിക്കും, അഥവാ അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് കെസറാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ അവസാനത്തെ അക്ഷരത്തിന് കെസറുള്ളത് ഏതാ? ജാബിറിൻ. ഓക്കെ, ശരിയല്ലോ. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യമാണ് നോക്കേണ്ടത്. ഇഖ്തർ അത്തസ്രീഹൽ മുനാസിബ. ഇഖ്തർ നീ തെരഞ്ഞെടുക്കുക, അത്തസ്രീഹ് സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന, അൽ മുനാസിബ് സ്യൂട്ടബിൾ, സ്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ് താഴെന്ന് സെലക്ട് ചെയ്യാനാ പറയുന്നത്. ഫളു സുന്നാഇൽ ബിലാദി കുല്ല യൗമിൻ ഫിസ്ദിയാദി. ഇത് നമ്മളുടെ സുന്നാഉൽ ബിലാദ് എന്ന കവിതയിലെ ഒരു വരിയാണല്ലേ. അപ്പോൾ അതിൻ്റെ ആശയം ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതുപോലെ നമ്മളെ പുസ്തകത്തിൽ കുറേ കവിതകൾ പഠിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു വരി ഇങ്ങനെ ചോദിച്ചിട്ട് ഇതേ ചോദ്യം വരാം, ഏത് കവിതയിലെ ഏത് വരിയെ കുറിച്ചും അല്ലേ.
അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണ്? ഇത് നമുക്ക് നേരത്തെ പഠിച്ചതായതുകൊണ്ട് ഉത്തരം നമുക്കറിയാം, ഒന്നാമത്തെ തന്നെയാണ് അതിൻ്റെ ഉത്തരം. യസ്ദാദു ഫളു സുന്നാഇൽ ബിലാദി യൗമൻ ഫയൗമൻ, അതാണ് അതിൻ്റെ ഉത്തരം. അത് നമുക്കറിയാം. ഇനി രണ്ടാമത്തെ ടൈപ്പ് ചോദ്യമാണ് അജിബ് അൻ സലാസത്തി അസ്ഇല. അജിബ് ആൻസർ, ഉത്തരം എഴുതുക. അൻ സലാസ ഫോർ 3, 3 അസ്ഇല ഫോർ 3 ക്വസ്റ്റ്യൻസ്. 5 മുതൽ 7 വരെ 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. അപ്പൊ 5ാമത്തെ ചോദ്യം നോക്കാം. അക്മിൽ ബിസ്വീഗത്തിൻ മുനാസിബത്തിൻ ലിൽ ഫഇലി കമാ ഫിൽ മിസാൽ. അക്മിൽ പൂരിപ്പിക്കുക, ഫിൽ ചെയ്യാനാണ്, അത് പൂരിപ്പിക്കാനാണ് പറയുന്നത്. ബിസ്വീഗത്തിൻ രൂപം കൊണ്ട്, ഫോം കൊണ്ട്. ഏത് ഫോമാ? മുനാസിബത്തിൻ യോജിച്ച രൂപം കൊണ്ട്. ലിൽ ഫിഇലി ഫിഇലിന്റെ യോജിച്ച രൂപം ചേർത്തുകൊണ്ട് പൂരിപ്പിക്കാനാ പറയുന്നത്. കമാ ഫിൽ മിസാൽ, കമാ എന്നാൽ പോലെ, ഫിൽ മിസാൽ ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്, ആ മോഡൽ ഉള്ളതുപോലെ. മിസാൽ എന്നാൽ മോഡൽ, മാതൃക. ഒന്നാമത്തെ മോഡൽ വായിച്ചു നോക്കാം. അൽ മിസാലു, മിസാൽ എന്നാൽ മോഡൽ, മാതൃക. അൽ ഔലാദു കുട്ടികൾ, ആൺകുട്ടികൾ. ഖറജു അവർ പുറത്തു പോയി. ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക്. അപ്പോൾ ആൺകുട്ടികൾ സ്കൂളിലേക്ക് പോയി, പുറപ്പെട്ടു. അപ്പൊ ഖറജ പുറപ്പെട്ടു. അപ്പൊ ഇവിടെ ഖറജ എന്നാണല്ലോ ബ്രാക്കറ്റിലുള്ളത്. അപ്പൊ ഇവിടെ ഖറജു എന്നാക്കി അതിൻ്റെ അടിയിൽ വരച്ചിരിക്കുന്നു, കണ്ടില്ലേ നിങ്ങൾ? ആ മാറ്റമാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ ഖറജു എന്ന് ആക്കാൻ കാരണം എന്താണ്? അതിന് മുന്നിൽ അൽ ഔലാദു എന്നുള്ളത് കൊണ്ടാണ്. അൽ ഔലാദു, അത് വലതുൻ എന്നാൽ ആൺകുട്ടി, അൽ ഔലാദ് എന്നാൽ കുറേ ആൺകുട്ടികൾ. അപ്പോൾ ഒന്നുമല്ല രണ്ടുമല്ല, 2ലേറെ ആൺകുട്ടികളാണല്ലേ. അതുകൊണ്ടാണ് ഖറജു എന്ന് എഴുതിയിട്ടുള്ളത്, അറിയാമല്ലോ. ഇനി നമുക്ക് ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഹസീന. ഹസീന എന്ന് പറഞ്ഞ ഒരാളെ പേര്. റിസാല കത്ത്. കത്തബ എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹസീന കത്ത് എഴുതി എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഹസീന എന്നത് പെണ്ണാണല്ലോ. അപ്പോൾ എന്ത് നമ്മൾ എഴുതണം? കത്തബത്ത്, കത്തബത്ത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഹസീന പെണ്ണായതുകൊണ്ടാണ് കത്തബയെ കത്തബത്ത് എന്നാക്കി എഴുതിയിട്ടുള്ളത്. ഇനി നോക്കൂ, ബാ ഹും അവർ. അവർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹുവ, ഹുമാ, ഹും. ഹുവ അവൻ, ഹുമാ അവർ 2 പുരുഷന്മാർ, ഹും എന്നാൽ അവർ കുറേ പുരുഷന്മാർ എന്നാണല്ലോ അർത്ഥം. എന്നിട്ട് ഡാഷ് ഇലൽ ബൈത്തി വീട്ടിലേക്ക്. ബ്രാക്കറ്റിൽ നോക്കൂ, എന്താണ്? യദ്ഹബു പോകുന്നു. അപ്പോൾ ഹും എന്ന് കഴിഞ്ഞിട്ട് യദ്ഹബു എന്ന് അതിൻ്റെ യോജിച്ച രൂപം ചേർക്കണം. അവർ പോകുന്നു എന്നാണ് പറയേണ്ടത് അല്ലേ. അപ്പോൾ ഹും അവർ കുറേ പുരുഷന്മാർ എന്നാവുമ്പോൾ ഏത് രൂപ ചേർക്കേണ്ടത്? യദ്ഹബൂന. അപ്പോൾ യദ്ഹബു എന്നാൽ അവൻ പോകുന്നു. യദ്ഹബാനി അവർ 2 പുരുഷന്മാർ പോകുന്നു. യദ്ഹബൂന അവർ കുറേ പുരുഷന്മാർ പോകുന്നു, നമുക്കറിയാമല്ലോ. അപ്പോൾ യദ്ഹബൂന എന്നാണ് ചേർക്കേണ്ടത്. ഇനി 6ാമത്തെ ചോദ്യത്തിലെ എ എന്ന ചോദ്യമാണ്. റത്തിബിൽ കലിമാത്തി ഹത്താ തസീറ ജുംലതൻ സ്വഹീഹതൻ. റത്തിബ്, നീ തർത്തീബാക്കുക അഥവാ ക്രമത്തിലാക്കുക. അൽ കലിമാത്ത് വേർഡ്സിനെ. ഹത്താ തസീറ ആയിത്തീരുന്നതുവരെ, ജുംലതൻ ഒരു സെന്റൻസ് ആവുന്നതുവരെ, സ്വഹീഹ ശരിയായ ഒരു ശരിയായ സെന്റൻസ് ആവുന്നതുവരെ ഈ വാക്കുകളെ ക്രമത്തിലാക്കുക. അഥവാ ഇപ്പോൾ യലഅബൂന, അൽ ഔലാദു, മദ്രസത്ത്, ഫിൽ മൈദാനി, ഇതൊരു കൃത്യമായ അർത്ഥമല്ല. അപ്പോൾ ഇതിനെ ക്രമത്തിലാക്കുമ്പോൾ അതൊരു കൃത്യമായ അർത്ഥമുള്ള സെന്റൻസ് ആവും. അങ്ങനെ ആക്കാനാണ് പറയുന്നത്. ഓക്കെ, യൽഅബൂന അൽ ഔലാദു അല്ലേ. അപ്പോൾ അൽ ഔലാദു യൽഅബൂന ആൺകുട്ടികൾ കളിക്കുന്നു. ഫി മൈദാനി മൈതാനത്ത്, അൽ മദ്രസത്തി സ്കൂളിൻ്റെ മൈതാനത്ത്. രണ്ടാമത്തെ റഅയ്തു ഞാൻ കണ്ടു. റജുലൻ ഒരു പുരുഷനെ. മുഖാവിലൻ ഒരു കോൺട്രാക്ടറായ പുരുഷനെ ഞാൻ കണ്ടു. എവിടെ? ഫിസൂഖി അങ്ങാടിയിൽ. ഇനി 6B എന്ന ചോദ്യമാണ്. അഇദ്ദ തഅലീഖൻ മുനാസിബൻ ലിഹാദിഹി സൂറ. അഇദ്ദ നീ തയ്യാറാക്കുക. തഅലീഖൻ ഒരു ക്യാപ്ഷൻ തയ്യാറാക്കുക, ഒരു അടിക്കുറിപ്പ് തയ്യാറാക്കുക. മുനാസിബൻ യോജിച്ച. ലിഹാദിഹി ഈ സൂറത്ത് ചിത്രത്തിന്, ഈ ചിത്രത്തിന് ഒരു യോജിച്ച ക്യാപ്ഷൻ അടിക്കുറിപ്പ് തയ്യാറാക്കുക.
അപ്പോൾ ഒരു മോഡൽ നോക്കുക ഇങ്ങനെ, യാ ജദ്ദി എൻ്റെ വല്യുപ്പ, അൽ ഹബീബ് എൻ്റെ പ്രിയപ്പെട്ട വല്യുപ്പ, തആൽ വരൂ, ഹയ്യാ നൻജു നമുക്ക് രക്ഷപ്പെടാം, മിൻ ഹാദൽ ഫൈലാൻ, ഫൈലാൻ എന്നാൽ വെള്ളപ്പൊക്കം, ഹാദൽ ഫൈലാൻ എന്നാൽ ഈ വെള്ളപ്പൊക്കം, മിൻ ഹാദൽ ഫൈലാൻ എന്നാൽ ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. അപ്പോൾ ഇതൊരു മോഡൽ എഴുതിയാണ്. അപ്പോൾ ഓരോരുത്തർക്കും എന്താണോ എഴുതാൻ തോന്നുന്നത് വെച്ചാൽ അത് എഴുതാം. ഇനി 7 എ എന്ന ചോദ്യമാണ്. 7 ല നീ വെക്കുക, ഫിൽ ഫറാഗി ബ്ലാങ്ക് ആയ സ്ഥലത്ത്, ഫറാഗ് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലം, ബ്ലാങ്ക് ആയ സ്ഥലത്ത് വെക്കുക, ലമീറൻ പ്രോനൗൺ വെക്കുക അഥവാ ലമീർ വെക്കുക, മുനാസിബൻ യോജിച്ച, ഇവിടെയൊക്കെ യോജിച്ച പ്രോനൗൺസ് വെക്കാനാണ് പറയുന്നത്, ലമീർ വെക്കണം. ഇവിടെ നോക്കൂ, ഹുവ അവൻ, ജാലിസുൻ ജലസെന്നുണ്ടാക്കിയ ഇസ്മുൽ ഫായിലാണ് ജാലിസ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അവൻ ഇരിക്കുന്നു, അവൻ ഇരിക്കുന്നവനാന്ന് പറയാം. എങ്ങനെ? ഹുവ ജാലിസുൻ. ജാലിസാനി എന്ന് പറയുമ്പോൾ എന്താ ചേർക്കേണ്ടത്? ഇവിടെ ഹുമാ എന്നാണ് ചേർക്കേണ്ടത്. ഇവിടെയോ ജാലിസൂന എന്ന് പറയുമ്പോൾ ഹും അവർ എന്ന് പറയുമ്പോഴാണ് ജാലിസൂന എന്ന് പറയേണ്ടത്. അപ്പോൾ ഹും ജാലിസൂന. ദാരിസത്തുൻ ഹിയ ദാരിസത്തുൻ, ഹുമാ ദാരിസത്താനി. ദാരിസാത്തുൻ എന്ന് പറയുമ്പോൾ ഹുന്ന ദാരിസാത്തുൻ. ഇനി 7B ചോദ്യമാണ്. കമ്മിൽ പൂരിപ്പിക്കുക, ഫില്ല് ചെയ്യാൻ, അൽ ജദ്വൽ ഈ ചാർട്ട് നമ്മൾ പൂരിപ്പിക്കണം, സ്വഹീഹൻ ശരിയായിട്ട്. അന്ത തശ്റബു ഷായ്, അന്ത നീ, തശ്റബു നീ കുടിക്കുന്നു, അഷായ് ചായ കുടിക്കുന്നു. അപ്പോൾ അന്തുമ നിങ്ങൾ 2 പുരുഷന്മാർ, അന്ത എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ എന്നാണല്ലോ. അപ്പോൾ അന്തുമ നിങ്ങൾ 2 പുരുഷന്മാർ. അപ്പോൾ തശ്റബു എന്നതിനെ അപ്പോൾ നമ്മൾ എന്താക്കണം? തശ്റബു തശ്റബാനി, അന്തുമ തശ്റബാനി. ഇനി തശ്റബൂന എന്നാണെങ്കിൽ അതിന് മുമ്പ് എന്താ പറയേണ്ടത്? അവൻ എന്നാണോ പറയേണ്ടത്? അല്ല, അന്തും തശ്റബൂന, അന്തും തശ്റബൂന, നിങ്ങൾ കുറെ ആണുങ്ങൾ കുടിക്കുന്നു എന്നാണ് അന്തും തശ്റബൂന. ഇവിടെ എന്ത് ചെയ്യാം? തശ്റബീന എന്ന് എപ്പോഴാ പറയാ? ഒരു പെണ്ണിനോട് പറയുമ്പോഴാണ്. അപ്പോൾ അന്തി തശ്റബീന, അന്തി. അന അശ്റബ് അത് അതിലുണ്ടല്ലോ. നഹ്നു എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെ ആക്കണം? നഹ്നു നശ്റബു, നഹ്നു നശ്റബു, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ കുടിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി 3ാമത്തെ ടൈപ്പ് ചോദ്യമാണ് അജീബ് അൻസിത്തത്തി അസ്ഇല. അജീബ് ആൻസർ, ഉത്തരം എഴുതുക, അൻസിത്ത 6 അസ്ഇല 6 ചോദ്യത്തിന് ഉത്തരം എഴുതുക. 8 മുതൽ 13 വരെ 6 ഉത്തരം എഴുതുക. 8 എ ചോദ്യമാണ്. ല നീ വെക്കുക, നഅ്തൻ നഅ്ത് വെക്കുക, ഓർ ഔ അല്ലേ, ഓർ എന്നാണ്, അല്ലെങ്കിൽ മൻഊത്ത് മൻഊത്തിനെ വെക്കുക. ഒന്നുകിൽ ഇവിടെ പൂരിപ്പിക്കേണ്ട നഅ്തായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മൻഊത്തായിരിക്കും. ഏതാ വെക്കേണ്ടതെന്ന് വെച്ചാൽ വെക്കുക. മുനാസിബൻ യോജിച്ച നഅ്തും മൻഊത്തുമാണ് വെക്കേണ്ടത്. ഫിൽ ഫറാഗി ഈ ബ്ലാങ്ക് ആയ സ്ഥലത്ത്. നോക്കൂ, 1ാമത്തെ ചോദ്യം നോക്കൂ. ജുമാന ഒരു പെണ്ണിൻ്റെ പേരാണല്ലോ, ജുമാന. ജുമാന ദാരിസത്തുൻ, ജുമാന വിദ്യാർത്ഥിനിയാണ്. എങ്ങനെയുള്ള വിദ്യാർത്ഥിനിയാണ് എന്നാണ്. അപ്പോൾ ആ വിദ്യാർത്ഥിനി എങ്ങനെയുള്ള വിദ്യാർത്ഥിനി? മടിയത്തിയായ വിദ്യാർത്ഥിനി, അല്ലെങ്കിൽ നല്ല ഉത്സാഹമുള്ളവളായ വിദ്യാർത്ഥിനി, അങ്ങനെയൊക്കെയാണ് പറയേണ്ടത് നോക്കുക അല്ലേ. അപ്പോൾ അതാ ഇവിടെ എഴുതി നോക്കൂ, ഇവിടെ ഇപ്പുറത്ത് നോക്കിയാൽ മതി. ജയ്യിദത്തുൻ നല്ലവളായ, അല്ലെങ്കിൽ മുജ്തഹിദത്തുൻ, അങ്ങനെയൊക്കെ എഴുതാം. കഠിനാധ്വാനിയായ എന്നൊക്കെ പറയാം. പക്ഷെ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഇവിടെ ദാരിസത്തുൻ എന്നതിൻ്റെ അവസാനത്ത് അവിടെ ഒരു ചെറിയ താവ് കണ്ടില്ലേ നിങ്ങൾ? അത് ജുമാന പെണ്ണായത് കൊണ്ടാണ് ദാരിസത്തുൻ എന്ന് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ വിദ്യാർത്ഥിനിയുടെ നഅ്ത്ത് നമ്മൾ പറയുമ്പോൾ അതും അതുപോലെ ആയിരിക്കണം. ദാരിസത്ത് എന്നത് മൻഊത്താണ്, നമ്മൾ ഇനി പറയാൻ പോകുന്നത് നഅ്ത്താണ്. അപ്പം നഅ്ത്തും മൻഊത്തും ഒരുപോലെ ആയിരിക്കണം എന്നാണ് നിയമം. അപ്പം ദാരിസത്തുൻ എന്ന് താവ് ചേർത്തത് കൊണ്ട് ജയ്യിദുൻ എന്ന് പറയാൻ പാടില്ല, ജയ്യിദത്തുൻ, അതിൻ്റെ അവസാനം ഒരു താവ് ചേർക്കണം.
രണ്ടാമത്തെ കാര്യം ദാരിസത്തുൻ എന്ന അവസാനം തായിൻ്റെ മുകളിൽ ലൊമ്മല്ലേ, അതുകൊണ്ട് ജയ്യിദത്തുൻ എന്ന് തായിൻ്റെ മുകളിൽ ലൊമ്മാക്കി തന്നെയാണ് എഴുതേണ്ടത്. ഇനി ബാ നോക്കൂ നിങ്ങൾ. ഇഷ്തറ വാങ്ങി, ഹാമിദുൻ ഹാമിദ് വാങ്ങി. എന്തോന്ന് വാങ്ങിയ കാര്യമാണ് പറയേണ്ടത്. ജദീദൻ പുതിയ. അപ്പോൾ പുതിയൊരു പെന്ന് വാങ്ങിയെന്നായിക്കോട്ടെ, കലമൻ ജദീദൻ. ഓക്കെ. ഇൻദഹു അവൻ്റെ കയ്യിലുണ്ട്, കലമാനി 2 പേനകൾ. അപ്പോൾ എങ്ങനെയുള്ള 2 പേനകൾ എന്നാണ് പറയേണ്ടത്. ആ പേനകളുടെ നേരത്ത് 2 പേനകളാണല്ലോ. അപ്പോൾ കലമാനി, കലമുൻ എന്നാൽ ഒരു പേന അല്ലേ, കലമാനി എന്നാൽ 2 പേന അല്ലേ. 2 പേന എന്നാക്കാൻ വേണ്ടി കലമുൻ എന്നതിനെ നമ്മൾ കലമാനി എന്നാക്കിയില്ലേ. അപ്പോൾ നമ്മൾ ചേർക്കുന്ന നെഴുത്തും ആ രൂപത്തിലായിരിക്കണം. അഥവാ ജദീദുൻ എന്ന് എഴുതിയാൽ പോരാ, ജദീദാനി എന്ന് എഴുതണം. പുതിയതായ ജദീദാനി. കലമാനി എന്നതിനെ ഒപ്പിച്ചാണ് ജദീദാനി എന്നാക്കിയിട്ടുള്ളത്. മനസ്സിലായല്ലോ. ഇനി നമ്മൾ 8B എന്ന ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. അഇദ്ദ പ്രിപ്പയർ, നീ തയ്യാറാക്കുക. ഇസ്തിബിയാനൻ ക്വസ്റ്റ്യനയർ, അഥവാ കുറേ ചോദ്യങ്ങൾ തയ്യാറാക്കുക. ലിൽ മുഖാബലത്തി ഫോർ ദ ഇന്റർവ്യൂ നടത്താൻ വേണ്ടി. മഅ വിത്ത് കൂടെ. ആരുടെ കൂടെയാ ഇന്റർവ്യൂ നടത്തുന്നത്? ലൈഫിൻ വിത്ത് ദ ഗസ്റ്റ്, അതിഥിയുടെ കൂടെ. അദീബിൻ സാഹിത്യകാരനായ. യസൂറു അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നു, സന്ദർശിക്കുന്നു. മദ്രസത്തക നിന്റെ സ്കൂൾ സന്ദർശിക്കുന്ന സാഹിത്യകാരനായ ഒരു അതിഥിയോടൊപ്പം ഇന്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ട് പ്ലീസ് പ്രിപ്പയർ സം ക്വസ്റ്റ്യൻസ്, കുറെ ചോദ്യങ്ങൾ തയ്യാറാക്കുക. അതാണ് ചോദ്യം. അപ്പോൾ അൽ ഉസ്റത്തു എന്തിനെ കുറിച്ചാണ് ചോദിക്കേണ്ടതെന്നാണ് ഇനി പറയുന്നത്. അൽ ഉസ്റത്തു ഫാമിലിയെ കുറിച്ച് ചോദിക്കണം, അയാളുടെ കുടുംബത്തെക്കുറിച്ച്. അദ്ദിറാസത്തു അയാളുടെ എഡ്യൂക്കേഷനെ കുറിച്ച്, അയാളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചോദിക്കണം. അൽ ഇൻജാസാത്തു അദ്ദേഹം ജീവിതത്തിൽ നേടിയ നേട്ടങ്ങളെക്കുറിച്ച് ചോദിക്കണം. പിന്നെ റിസാലത്തിൻ അദ്ദേഹത്തിന് പറയാനുള്ള സന്ദേശത്തെക്കുറിച്ച്. ലിൽ ജീലി തലമുറക്ക്, അൽ ജദീദ് പുതിയ തലമുറയോട് അദ്ദേഹത്തിന് പറയാനുള്ള സന്ദേശം എന്താണ് എന്നും ചോദിക്കണം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചോദിക്കാം. മസ്മു വാലിദിക, മസ്മുക്കൽ കാമിൽ എന്ന് വേണം ചോദിക്കാം. മാ ഇസ്മുക്ക അൽ കാമിൽ, നിങ്ങളുടെ മുഴുവൻ പേരെന്താന്ന് ചോദിക്കാം. പിന്നെ മാ എന്താണ്, ഇസ്മ് പേര്, വാലിദ് പിതാവ്, വാലിദിക്ക ക എന്നാൽ നിന്റെ പിതാവിൻ്റെ പേരെന്താണ്. മാ എന്താണ്, ഇസ്മ് പേര്, വാലിദത്ത് ഉമ്മയുടെ, ക നിന്റെ ഉമ്മയുടെ പേരെന്താണ്. മിൻ ഫദ്ലിക് പ്ലീസ്, അഖ്ബിർനി എന്നെ അറിയിക്കുക, എന്നോട് പറയുക. അൻ ഉസ്റത്ത് എന്നാൽ ഫാമിലി. അൻ ഉസ്റത്തിക്ക നിന്റെ ഫാമിലിയെ കുറിച്ച് എന്നോട് പറയുക. അപ്പോൾ ഫാമിലിയെ കുറിച്ച് വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള മൊത്തത്തിലുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ മിൻ ഫദ്ലിക് അഖ്ബിർനി അൻ ഉസ്റത്തിക്ക. ഐന എവിടെ, കാനത്ത് ആയിരുന്നു, ദിറാസത്തുക നിന്റെ വിദ്യാഭ്യാസം എവിടെയായിരുന്നു. മാഹിയ എന്തെല്ലാമാണ്, ഇൻജാസാത്ത് നേട്ടങ്ങൾ, ഇൻജാസാത്തുക നിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അൽ മുഹിമ്മ പ്രധാനപ്പെട്ട നിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്. മാരിസാലത്തുക എന്താണ് നിന്റെ സന്ദേശം, നിനക്ക് പറയാനുള്ള സന്ദേശം എന്താണ്. ലിൽ ജീലിൽ ജദീദ് പുതിയ തലമുറക്ക് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ്, അഥവാ കുട്ടികളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി 9ാമത്തെ ചോദ്യമാണ്. അതിൽ അലിഫ് എന്ന ചോദ്യം. ഡേഷ് അഷാഇറു ഷഹീറൻ. ഓക്കെ. അദ്ഖിൽ പ്രവേശിപ്പിക്കുക, സ്വാറ എന്നതിനെ പ്രവേശിപ്പിക്കുക. ഫിൽ ജുംല ഈ സെന്റൻസിൽ, അഥവാ ഇവിടെ ഒഴിഞ്ഞ ഈ ബ്ലാങ്ക് ആയ സ്ഥലത്ത് സ്വാറ എന്ന് ചേർക്കുക. അങ്ങനെ വെറുതെ എഴുതിയാൽ പോരാ. സ്വാറയുടെ ഒരു നിയമം ഉണ്ടല്ലോ. എന്താണ് സ്വാറ? കാന, സ്വാറ, അസ്ബഹ അല്ലേ, അതിൻ്റെയൊക്കെ നിയമം നമുക്കറിയാം. അതിൻ്റെ ഫസ്റ്റ് വേർഡിന് അതിൻ്റെ ഇസ്മ എന്ന് പറയും. അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ലൊമ്മായിരിക്കണം. അപ്പോൾ ഇവിടെ സ്വാറ എന്ന് ചേർത്താൽ ഫസ്റ്റ് വേർഡ് ഇതാണ് ഷാഇറു എന്നതാണ്. അതിൻ്റെ അവസാനം ലൊമ്മ് തന്നെയാണല്ലേ. ഇനി 2ാമത്തെ വേർഡ്, ആ വേർഡിനെ സ്വാറയുടെ ഖബർ എന്നാണ് പറയാ. അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിൻ്റെ മുകളിൽ എന്തായിരിക്കണം? ഫത്ഹ ആയിരിക്കണം. 2 ഫത്ഹ് അല്ലേ, ഫത്ഹ് അഥവാ നസ്ബ് എന്നാണ് അതിന് പറയട്ടോ.
എന്നിട്ട് 2 ഫത്ത ഇട്ട് നമ്മൾ ഒരു അലിഫും കൂടി ഇടണം. അപ്പോൾ സ്വാറ ഷാഇറു ഷഹീറൻ എന്നാവും. ഇനി ബാവ് നോക്കൂ നിങ്ങൾ. യഫ്തഹു തുറക്കുന്നു, സിനാൻ സിനാൻ തുറക്കുന്നു, ബാബ് വാതിൽ, അൽ ബൈത്തി വീടിൻ്റെ വാതിൽ സിനാൻ തുറക്കുന്നു. ഇവിടെ ചെയ്യേണ്ടത് ല നീ വെക്കുക, ഫാത്തിമ ഫാത്തിമ എന്ന് വെക്കണം. മക്കാന സ്ഥാനത്ത്, എന്തിൻ്റെ സ്ഥാനത്ത്? സിനാൻ സിനാൻ എന്നതിൻ്റെ സ്ഥാനത്ത്. ഇവിടെ സിനാൻ എന്നതൊരു പുരുഷനാണ്, പകരം ഫാത്തിമ എന്ന് വെക്കണം. അപ്പോൾ ആ സെൻറ്റൻസിൽ എവിടെയെങ്കിലും മാറ്റം വരുമോ? മാറ്റം വരും. അപ്പം എന്ത് ചെയ്യും? സിനാൻ ആയതുകൊണ്ട് അവിടെ യഫ്തഹു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫാത്തിമ ആവുമ്പോൾ അത് എങ്ങനെ പറയണം? തഫ്തഹു തഫ്തഹു ഫാത്തിമ എന്നാക്കണം. ഇനി ജീമ് ലബിസൽ അർലു, ലബിസ ധരിച്ചു, അൽ അർലു ഭൂമി അണിഞ്ഞു, ഭൂമി ധരിച്ചു, റിദാ തട്ടം, അൽ അഹ്ലർ പച്ച, ഭൂമി പച്ചത്തട്ടം ധരിച്ചു. ഭൂമിയിലാകെ പച്ച പുല്ലുകൾ വളർന്നപ്പോൾ അതിനെ നോക്കിയൊരു സാഹിത്യകാരൻ പറഞ്ഞതാണ്. സ്വഹിഹിൽ ജുംല, സ്വഹ് ശരിയാക്കുക, കറക്റ്റ്. അൽ ജുംല ഈ സെന്റൻസ് കറക്റ്റ് ചെയ്യണം. അതിലെവിടെ തെറ്റ്? അവിടെ അർള് എന്ന വേർഡുണ്ടല്ലോ, ഇതൊരു മുഅന്നസായ വേർഡാണ്, അഥവാ സ്ത്രീലിംഗമാണ്. ചില പദങ്ങൾ അങ്ങനെയാണ്, പിന്നെ ആണോ പെണ്ണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ചില വേർഡ്സ് അങ്ങനെയാണ്. ഭൂമി എന്നതൊരു അറബി ഭാഷയിൽ അതൊരു സ്ത്രീലിംഗ പദമാണ്. അപ്പോൾ ലബിസ എന്നല്ല പറയേണ്ടത്. അപ്പോൾ എങ്ങനെ പറയണം? ലബിസത്ത് എന്ന് പറയണം. ലബിസത്ത് അൽ അർലു. അപ്പോൾ ലബിസത്ത് അൽ അർലു എന്ന് വായിക്കാൻ പ്രയാസമായതുകൊണ്ട് ലബിസത്തിൽ അർലു എന്ന് എഴുതാറുണ്ട്. ഓക്കെ, അപ്പോൾ ലബിസത്തിൽ അർലു അല്ലെങ്കിൽ ലബിസത്ത് അൽ അർലു. ഇവിടെ ഒരു ലബിസ എന്ന് പോരാ, ഒരു താവ് സുക്കൂനുള്ള താവ് ചേർക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇനി 10A ചോദ്യമാണ്. റത്തീബ് നീ തർത്തീബാക്കുക അഥവാ ക്രമത്തിലാക്കുക. അൽ ഹിക്കായ കഥയെ, സ്വഹീഹത്തൻ ശരിയായിട്ട്. ഇതൊരു കഥയാണ്. ഇത് നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ സിമ്പിളായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് വായിക്കുന്ന ആർക്കും മനസ്സിലാവും. നമ്മൾ പാഠപുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ വരികളും നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, ഇത് നമ്മൾ ക്രമത്തിലല്ല, അപ്പോൾ ക്രമത്തിലാക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ട ഈ 2ാമത്തെ വരിയാണ്. ദാത്ത മസായിൻ ഒരു ദിവസം വൈകുന്നേരം, കാന യാസിർ യദഹു യാസിർ പോവുകയായിരുന്നു, ഇല സൂഖി അങ്ങാടിയിലേക്ക്. പിന്നെ ഫറആ ഫി ത്വരീഖി റജുലൻ ഫഖീറൻ, അപ്പോൾ റഅ അവൻ കണ്ടു, ഫി ത്വരീഖി വഴിയിൽ കണ്ടു, റജുലൻ ഒരു പുരുഷനെ, ഫഖീറൻ പാവപ്പെട്ട ഒരു പുരുഷനെ കണ്ടു. ഇനി അതിൻ്റെ തൊട്ട് താഴെയാണ് പിന്നെ എഴുതേണ്ടത്. സഅലഹു യാസിർ, സഅലഹു അദ്ദേഹത്തോട് ചോദിച്ചു, യാസിർ ചോദിച്ചു, മാതാ സ്വാബകയാ അമ്മി, അമ്മാവാ നിങ്ങൾക്ക് എന്തു പറ്റി? അപ്പോൾ അദ്ദേഹം ഇനി വരി എഴുതണം. ഫഖാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന ജാഇഉൻ എനിക്ക് വിശക്കുന്നു, യാ വലദി മോനെ എനിക്ക് വിശക്കുന്നു, വലൈസ ഇൻദി തുആമുൻ വലാ ശറാബ്, വലൈസ ഇല്ല, ഇൻദി എൻ്റെ അടുക്കലില്ല, തുആമുൻ ഭക്ഷണമില്ല, വലാ ശറാബുൻ പാനീയവുമില്ല, അഥവാ കുടിക്കാനൊന്നുമില്ല, തിന്നാനും കുടിക്കാനും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ലാസ്റ്റ് വരി എഴുതാം. ഫദഹബ ബിഹി, അപ്പോൾ ദഹബ ബിഹി അദ്ദേഹത്തെ കൊണ്ടുപോയി, യാസിർ കൊണ്ടുപോയി, ഇലാ ബൈത്തി അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഫഅത്അമഹു എന്നിട്ട് അദ്ദേഹത്തെ ഭക്ഷണം കഴിപ്പിച്ചു. ഹത്ത യശ്ബ അയാൾക്ക് വിശപ്പ് അടങ്ങുന്നത് വരെ, വയഫ്രഹ അയാൾക്ക് സന്തോഷമാവുന്നത് വരെയും. ഇനിയിപ്പോൾ ഒരു വരിയല്ലേ ബാക്കിയുള്ളൂ, ആ വരി കൂടി ചേർക്കുക. ഫഖാല റജുലു അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ശുക്രൻ യാ ബുനയ്യ മോനെ, താങ്ക് യു, അന്ത വലദൻ സാലിഹുൻ നീ നല്ലവനായ കുട്ടിയാണ്, ലാ അൻസാക അബദാ ഞാൻ ഒരിക്കലും നിന്നെ മറക്കുകയില്ല. ഇനി 10B ചോദ്യമാണ്. യൗമൻ ഒരു ദിവസം, യൗമൻ ഒരു ദിവസം, സാറ സന്ദർശിച്ചു, നൗഫൽ സന്ദർശിച്ചു, അസൂഖൽ മാർക്കസി സെൻട്രൽ മാർക്കറ്റ് സന്ദർശിച്ചു. അപ്പോൾ ദാറ നടന്നു, നടന്നു പറഞ്ഞാൽ നടന്നു സംഭവിച്ചു. എന്ത്? ബൈന നൗഫൽ, ബൈന എന്നാൽ തമ്മിൽ, നൗഫലിനും വൽ മുഹാസിബി അവിടുത്തെ അക്കൗണ്ടന്റിനും തമ്മിൽ നടന്നു ഹിവാർ ഒരു സംഭാഷണം നടന്നു. അഥവാ അക്കൗണ്ടന്റ് ഉദ്ദേശം ഇവിടെ കാഷ്യറും നൗഫലും തമ്മിൽ ഒരു സംഭാഷണം നടന്നു. അമാമ മുന്നിൽ വെച്ച്, ഷുബാഖ് ദഫ്ഇ പേയ്മെന്റ് കൗണ്ടറിന്റെ അഥവാ പൈസ അടക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് വെച്ച് അവിടുത്തെ ആ കാഷ്യറും നൗഫലും തമ്മിൽ ഒരു സംഭാഷണം ഉണ്ടായി.
അഇദ്ദ നീ തയ്യാറാക്കുക, അൽ ഹിവാർ ആ സംഭാഷണം നീ തയ്യാറാക്കണം, മിൻ ഖയാലിക നിന്റെ ഭാവനയിൽ നിന്ന്. എന്തായിരിക്കും കാശറും നൗഫലും തമ്മിൽ പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കൊരു മോഡൽ സംഭാഷണം ഇങ്ങനെ എഴുതാം. നൗഫൽ പറയാണ് മസാ അൽ ഖൈർ, ഗുഡ് ഈവനിങ്. അപ്പോൾ അൽ മുഹാസിബ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കാഷ്യർ പറയാണ് മസാ അന്നൂർ. മാത ഇസ്തറൈത്ത, മാത എന്താണ്, ഇസ്തറൈത്ത നീ വാങ്ങിയത്, യാ അഖി സഹോദര നീ എന്താ വാങ്ങിയത്, നീ എന്താ. അപ്പൊ നൗഫൽ പറഞ്ഞു ഇസ്തറൈത്തു ഞാൻ വാങ്ങി, അറുസൻ ഞാൻ അരി വാങ്ങിയിട്ടുണ്ട്, വസുക്കർ പഞ്ചസാര വാങ്ങിയിട്ടുണ്ട്, വസൈത്ത് എണ്ണ വാങ്ങിയിട്ടുണ്ട്, ആൻഡ് ബാള് സം ചില ഖദറവാത്ത് പച്ചക്കറികളും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുഹാസിബ് പറയാണ് ഹസനൻ ഗുഡ്, ല വെക്കു അൽ അഗ്റാദ് എല്ലാ വാങ്ങിയ സാധനങ്ങൾ, അഗ്റാദ് എന്ന ഉദ്ദേശം ഇവിടെ സാധനങ്ങളാണ്, ഈ സാധനങ്ങൾ ഇവിടെ വെക്കൂ. അപ്പോൾ നൗഫൽ പറയാണ് തഫല്ലൽ പ്ലീസ്, കമി സിഅറു കം എത്രയാണ്, സിഅറു ഇതിൻ്റെ വില എത്രയാണ്, അപ്പോൾ ഇതിൻ്റെ എത്ര ക്യാഷാണ്. അൽ മുഹാസിബ് അപ്പോൾ അക്കൗണ്ടന്റ് പറയാണ് അസ്സിഅറു വില, അൽ കുല്ലി ടോട്ടൽ അഥവാ മൊത്തം വില, മിഅ 100 വ 50 150 എത്ര 150, മിഅ വ 50 റൂബിയ 150 ഉറുപ്പിയാണ്. അപ്പോൾ നൗഫൽ പറഞ്ഞു ഹൽ യുംകിനുനി എനിക്ക് പറ്റുമോ, അദ്ദഫ്ഉ അടക്കാൻ പറ്റുമോ, ബിൽ ബിതാഖ കാർഡ് ഉപയോഗിച്ചിട്ട് പൈസ അടക്കാൻ പറ്റുമോ, ബിതാഖ കാർഡ്. അപ്പോൾ നാം മുഹാസിബ് പറഞ്ഞു നാം യെസ്, യുംകിനുക ദാലിക് നിനക്കത് പറ്റും, യുംകിനുക ദാലിക് യുംകിനുക യു ക്യാൻ നിനക്ക് കഴിയും, നിനക്ക് പറ്റും. അപ്പോൾ നൗഫൽ പറയാം തഫല്ലൽ പ്ലീസ് ഹാദിഹിൽ ബിതാഖ ദാ ഈ കാർഡ് ഇതാന്ന് പറഞ്ഞ് നൗഫൽ കൊടുത്തു. അപ്പോൾ മുഹാസിബ് അത് വാങ്ങിയിട്ട് ശുക്രൻ താങ്ക് യു പറയുന്നു, അത് വാങ്ങുന്നു. എന്നിട്ട് അദ്ഖിൽ അവനോട് പറയാണ് അദ്ഖിൽ അറഖം സിറി, അദ്ഖിൽ എന്ന് പറഞ്ഞാൽ നീ എൻ്റർ ചെയ്യുക, അറഖം സിറി, റഖം എന്ന് പറഞ്ഞാൽ നമ്പർ, സിറി പാസ്വേഡ് അല്ലേ, റഖം സിറി രഹസ്യ കോഡ് എന്നാണ്, രഹസ്യ നമ്പർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പാസ്വേഡാണ് ഉദ്ദേശിക്കുന്നത്. മിൻ ഫദ്ലിക് പ്ലീസ്, പ്ലീസ് റഖം സിറി അഥവാ ഈ പാസ്വേഡ് അടിക്കാൻ പറഞ്ഞു. അപ്പോൾ നൗഫൽ പറയാൻ തമ്മ ദഫ്ഉ, തമ്മ കംപ്ലീറ്റഡ്, ദഫ്ഉ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി അഥവാ ക്യാഷ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഹൽ എന്തൊക്കെ കീസുൻ നിങ്ങളെടുക്കൽ കീസ് ഉണ്ടോ, ഹൽ എന്തൊക്കെ നിങ്ങളെടുക്കലുണ്ടോ കീസ്, കീസ് ഉണ്ടോ, ഒരു കീസ് എന്ന് പറയാൻ എന്താ അറിയാമല്ലോ, കവറുണ്ടോ. അപ്പോൾ മുഹാസിബ് പറയാൻ നാം യെസ്, ഹാദാ കീസുൻ ലക് ഇത് നിനക്കുള്ള കീസാണ്, ഹാദാ ഇത് കീസുൻ കവറാണ്, ലക്ക നിനക്കുള്ള കവറാന്ന് പറഞ്ഞ ഒരു കവർ എടുത്തു കൊടുക്കുന്നു. നൗഫൽ പറയുന്നു ശുക്രൻ ജസീലൻ താങ്ക് യു. മുഹാസിബ് പറയാൻ അഫ്വൻ, അപ്പോൾ യു ആർ വെൽക്കം, യാ മുൻസഈദ് ഹാവ് എ ഗുഡ് ഡേ. അപ്പോൾ നൗഫൽ പറയാം മഅസ്സലാമ, അപ്പോൾ അസ്സലാം പറഞ്ഞാൽ നൗഫൽ പോന്നു. ഇനി 11ാമത്തെ ചോദ്യമാണ് ഉക്തുബ് നീ എഴുതുക, മുദക്കിറത്തൻ ഒരു കുറിപ്പ് എഴുതുക, ആൻ എബൌട്ട് സംബന്ധിച്ച്, ജമാൽ ബ്യൂട്ടി സൗന്ദര്യത്തെക്കുറിച്ച്, അൽ ഖറിയത്തി ഓഫ് ദ വില്ലേജ് ഗ്രാമത്തിൻ്റെ, റൈറ്റ് എ നോട്ട് അബൌട്ട് ദ ബ്യൂട്ടി ഓഫ് ദി വില്ലേജ് ഗ്രാമത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ തുടക്കം എങ്ങനെ വേണം എന്നൊക്കെ ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. ഹാദിഹി ഖറിയത്തുൻ ഇത് ഗ്രാമമാണ് എന്ന് പറയാം. ഇനി അങ്ങനെ തന്നെ എഴുതണമെന്നുള്ള ചെറിയ മാറ്റങ്ങളോടൊക്കെ വരുത്തിയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ നമ്മളത് ആദ്യം എഴുതുമ്പോൾ അതിനൊരു ഹെഡിങ് എഴുതാം, ജമാലുൽ ഖറിയത്തി ഗ്രാമത്തിൻ്റെ സൗന്ദര്യം. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം ഖറിയത്തി എൻ്റെ ഗ്രാമം, ജമീലത്തുൻ സുന്ദരമാണ്, വ ആൻഡ് ഹാദിഅത്തുൻ അത് ശാന്തവുമാണ്, കാം ആൻഡ് ബ്യൂട്ടിഫുൾ, ഫീഹ അതിലുണ്ട്, ഇൻ ദി വില്ലേജ് ആ ഗ്രാമത്തിലുണ്ട്, ഹുഖൂലുൻ വയലുകളുണ്ട്, ഖളറാഉ ഗ്രീൻ ഫീൽഡ് ഉണ്ട് അഥവാ ഗ്രീൻ ആയിട്ടുള്ള പച്ച വയലുകളുണ്ട്, വ ആൻഡ് അസ്ജാറുൻ മരങ്ങളുണ്ട്, കസീറ ധാരാളം മരങ്ങളുണ്ട്, യസ്തൈഖിളു ഉണരുന്നു, അഹ്ലുൽ ഖറിയത്തി ഗ്രാമവാസികൾ ഗ്രാമത്തിലുള്ള വില്ലേജസ്
ഗ്രാമവാസികൾ ഉണരുന്നു, മുബക്കിറൻ നേരത്തെ ഉണരുന്നു, വാ ആൻഡ് യദ്ഹബൂന അവർ പോകുന്നു, ഇല അഅമാലിഹിം അവരുടെ തൊഴിലുകളിൽ അവരുടെ ജോലികളിലേക്ക് അവർ പോകുന്നു, ബിനശാത്തിൻ ഉന്മേഷത്തോടെ. അൽ ഹവാഉ വായു അല്ലെങ്കിൽ കാറ്റ്, ഫീഹ അതിലുള്ള അഥവാ ഗ്രാമത്തിലെ വായു, നഖിയൻ ശുദ്ധമാണ്, വൽ മാഉ വെള്ളം, അദ്ബുൻ അതും ശുദ്ധമാണ് അഥവാ മധുരതരം അഥവാ വെള്ളം നല്ല ശുദ്ധമായ വെള്ളമാണ്. ഫീ ഖറിയത്തി എൻ്റെ ഗ്രാമത്തിലുണ്ട്, നഹ്റിൻ ഒരു പുഴയുണ്ട്, സ്വഗീറിൻ ചെറിയ ഒരു പുഴയുണ്ട്. അങ്ങനെ ഗ്രാമത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടിയൊക്കെ എഴുതാം. ഇനി 12ാമത്തെ ചോദ്യമാണ്, അക്മിൽ കംപ്ലീറ്റ് ചെയ്യുക, ഫില്ല് ചെയ്യുക, അൽ ഫറാഗ് ദ ബ്ലാങ്ക് ഈ ബ്ലാങ്ക് ആയി കിടക്കുന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. 3 ഡാഷ് കണ്ടിട്ടുണ്ടല്ലോ അവിടെ കംപ്ലീറ്റ് ചെയ്യണം. ബി നവാസിബ് നസ്ബ് ചെയ്യുന്ന വാക്കുകൾ ഉപയോഗിച്ച്, അഥവാ ലെൻ അൻ ലെൻ കൈ ഇതൻ അൻ ലെൻ കൈ നമ്മൾ പഠിച്ചതാണല്ലോ, അവ ഉപയോഗിച്ച്. മുനാസിബത്തിന് യോജിച്ച, അപ്പോൾ യോജിച്ചതാണ് ഇവിടെ ചേർക്കേണ്ടത്. ഇവിടെ നമുക്ക് ഈ പാരഗ്രാഫ് വായിച്ചു നോക്കിയാൽ ഈ വേർഡ്സിൻ്റെ മീനിങ് ആണ് ഇവിടെ യഥാർത്ഥത്തിൽ ചോദിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത്. നോക്കൂ, ലെൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാവോ? ഇല്ല. ഇപ്പോൾ യദ്ഹബു എന്നൊരു മുളാരി ആഴ്ഫിയിൽ യദ്ഹബു അതിൻ്റെ അർത്ഥം എന്താ? പോവുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ നമ്മൾ ലെൻ എന്ന് ചേർത്താൽ പോവുകയില്ല എന്നാണ് അർത്ഥം. വിൽ നോട്ട് ഗോ, പോവുകയില്ല. അൻ എന്നാൽ വേണ്ടി എന്ന് പറയാം, കൈ എന്നാലും വേണ്ടി എന്ന് തന്നെയാണ് അർത്ഥം. നോക്കൂ, യുരീദു ബാബു, യുരീദു ഉദ്ദേശിക്കുന്നു, ബാബു ഉദ്ദേശിക്കുന്നു, യുസാഫിറ അൻ യുസാഫിറ യാത്ര ചെയ്യുവാൻ, അൻ യുസാഫിറ യാത്ര ചെയ്യുവാൻ, ഇലാ ന്യൂഡൽഹി ന്യൂഡൽഹിയിലേക്ക്. എന്തിനാ ന്യൂഡൽഹിയിലേക്ക് അവൻ യാത്ര ചെയ്യുന്നത്? കൈ യദ്റുസ, ഇവിടെ കൈ എന്നാണ് ചേർക്കേണ്ടത്, പഠിക്കുവാൻ വേണ്ടി. ഫി ജാമിയത്തി ജവഹർലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കൈ എന്നാണ്, കൈ യദ്റുസ എന്നാണ് ചേർക്കേണ്ടത്. ലൻ യർജിഅ അവൻ മടങ്ങുകയില്ല, അവിടെ ലെൻ എന്നാണ് ചേർക്കേണ്ടത്. ലെൻ യർജിഅ അവൻ മടങ്ങുകയില്ല, ഇലാ ബൈത്തിഹി അവൻ്റെ വീട്ടിലേക്ക് അവൻ മടങ്ങുകയില്ല, ഇല്ല അല്ലാതെ, ബാദ ശേഷമല്ലാതെ, ഇത്മാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമല്ലാതെ, എന്ത്? അദ്ദിറാസ പഠനം, അവൻ്റെ പഠനം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമല്ലാതെ അവൻ വീട്ടിലേക്ക് മടങ്ങുകയില്ല. അപ്പോൾ ഈ വേർഡ്സിൻ്റെ അൻ ലൻ കൈ ഇവയുടെ മീനിങ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇനി 13ാമത്തെ ചോദ്യമാണ്, ഇഖ്റ നീ വായിക്കുക, അൽ ഫിഖറത്ത് ഈ പാരഗ്രാഫ് നീ വായിക്കുക, വാ ആൻഡ് അൻഷ് ഉണ്ടാക്കുക, മിൻഹ അതിൽ നിന്ന് നീ ഉണ്ടാക്കണം, സലാസ 3 അസ്ഇല ചോദ്യങ്ങൾ ഉണ്ടാക്കണം. ഈ പാരഗ്രാഫ് വായിക്കുക, എന്നിട്ട് അതിൽ നിന്ന് 3 ചോദ്യം ഉണ്ടാക്കുക. അപ്പോൾ 4 ക്വസ്റ്റ്യൻ വേർഡ്സ് അഥവാത്തുൽ ഇസ്തിഫാം ക്വസ്റ്റ്യൻ വേർഡ്സ് 4 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ 3 എണ്ണം ഉപയോഗിച്ചിട്ട് 3 ചോദ്യങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. വുലിദ ജനിച്ചു, ജാസിബിന് അബ്ദുറഹീം അതൊരാളെ പേരാണ്, അവൻ ജനിച്ചു, ഫി കാലിക്കോത്ത് കോഴിക്കോട് ജനിച്ചു. അപ്പോൾ അവിടെ നമുക്കൊരു ചോദ്യം ഉണ്ടാക്കിയൂടെ? ജാസിബിന് അബ്ദുറഹീം എവിടെ ജനിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ആദ്യമാണ് ഫസ്റ്റിലാണ് ക്വസ്റ്റ്യൻ വേർഡ് അഥവാ അഥവാത്തുൽ ഇസ്തിഫാം അഥവാ ക്വസ്റ്റ്യൻ വേർഡ്സ് നമ്മൾ ആദ്യം എഴുതണം. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ഐന എന്ന് എഴുതുക. ഐന എവിടെ? എഴുത്തിന് ഭംഗി ക്ഷമിക്കുക, മൗസുമില്ല, കൈകൊണ്ട് എഴുതാണ്. അപ്പോൾ ഐന വുലിദ ജാസിബിൻ അബ്ദുറഹീം അതാണ് ആദ്യത്തെ ചോദ്യം. ജാസിബിൻ അബ്ദുറഹീം എവിടെ ജനിച്ചു? അപ്പോൾ അതിൻ്റെ ഉത്തരാണ് ഫി കാലിക്കോത്ത്. അപ്പോൾ അത് നമ്മൾ ചോദ്യത്തിൽ എഴുതരുത്. ഐന വുലിദ ജാസിബിൻ അബ്ദുറഹീം. പിന്നെ ഏത് വർഷ? 1980. അപ്പോൾ എപ്പോൾ? മത്താ വുലിദ ജാസിബിൻ അബ്ദുറഹീം. ഇതവിടെ താഴത്ത് എഴുതിയിട്ടുണ്ട്, മത്താ എപ്പോൾ. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ എഴുതുക, മത്താ വുലിദ എപ്പോൾ ജനിച്ചു ജാസിബിൻ അബ്ദുറഹീം. അപ്പോൾ 2 ചോദ്യമായി. കാനത്ത് ആയിരുന്നു, ഉസ്റത്തുഹു അദ്ദേഹത്തിൻ്റെ ഫാമിലി അദ്ദേഹത്തിൻ്റെ കുടുംബം ആയിരുന്നു, ഉസ്റത്തൻ ഫഖീറത്തൻ ഒരു പാവപ്പെട്ട കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത്.
അപ്പോൾ കൈഫ കാനത് എങ്ങനെയായിരുന്നു, ഉസ്റത്തുഹു അദ്ദേഹത്തിൻ്റെ കുടുംബം. താഴെ എഴുതിയിട്ടുണ്ട് കൈഫ കാനത് ഉസ്റത്തുഹു അദ്ദേഹത്തിൻ്റെ കുടുംബം എങ്ങനെയായിരുന്നു, പാവപ്പെട്ട കുടുംബമായിരുന്നു. യഅമലു അദ്ദേഹം ജോലി ചെയ്യുന്നു, മുഹാസിബൻ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്നു. ഫി സൂഖിൽ മർക്കസി സെൻട്രൽ മാർക്കറ്റിൽ. അപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അല്ലെങ്കിൽ മാതാ യഅമലു ഫി സൂഖിൽ മർക്കസി, മാതാ എന്താണ് യഅമലു അദ്ദേഹം ചെയ്യുന്നത്, ഫി സൂഖിൽ മർക്കസി സെൻട്രൽ മാർക്കറ്റിൽ അദ്ദേഹം എന്താ ചെയ്യുന്നത്? അപ്പോൾ മുഹാസിബൻ, അപ്പോൾ മുഹാസിബിലെ അദ്ദേഹം അക്കൗണ്ടൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ചോദ്യം ഉണ്ടാക്കാം. ഓക്കെ, യെസ്. ഇനി അടുത്ത ടൈപ്പ് ചോദ്യമാണ് അജിബ് ആൻ സലാസ അസ്ഇല. അജിബ് ആൻസർ, നീ ഉത്തരം എഴുതുക. അൻ സലാസ അസ്ഇല 3 ചോദ്യങ്ങൾക്ക് നീ ഉത്തരം എഴുതുക. ഓക്കെ, 14 മുതൽ 16 വരെയുള്ള 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. എന്താണ് ചോദ്യം? അഇദ്ദ തർജമത ഷാഇർ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ ബി മുസാഅദതി അൽ ബയാനാത്തി ഷഖ്സിയ. അഇദ്ദ നീ തയ്യാറാക്കുക, തർജമത്ത് ജീവചരിത്രം, അഷായിർ കവിയുടെ, ജുബ്രാൻ ഖലീൽ ജുബ്രാൻ എന്ന കവിയുടെ ജീവചരിത്രം തയ്യാറാക്കണം. ബി മുസാഅദത്തി സഹായത്തോടെ, അൽ ബയാനാത്തി ഷഖ്സിയ ഈ ബയോഡാറ്റയുടെ സഹായത്തോടെ. ഇവിടെ അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി അഥവാ ജീവചരിത്രം നമ്മൾ തയ്യാറാക്കണം. നോക്കൂ എന്തൊക്കെ കൊടുത്താൽ നോക്കൂ, ഇത് സിമ്പിളായ ഒരു കാര്യം കേട്ടോ, വളരെ എളുപ്പമാണ്. അൽ ഇസ്മുൽ കാമിൽ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണ് അല്ലേ. മക്കാനുൽ വിലാദത്ത് ജനിച്ച സ്ഥലം ലുബ്നാൻ. താരീഖുൽ വിലാദത്ത് ജനിച്ച തീയതി 1883. ഈ 3 വരിയും വെച്ചിട്ട് നമുക്ക് ഒരു സെൻറ്റൻസ് എഴുതാം. എങ്ങനെ എഴുതാം? ജുബ്രാൻ ഖലീൽ ജുബ്രാൻ 1883 ലബനാനിൽ ജനിച്ചു. അങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ ജനിച്ചു എന്ന വേർഡാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. വുലിദ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേര് എഴുതുക. വുലിദ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ ഫി ലുബ്നാൻ, ലബനാനിൽ ജനിച്ചു. സനത വർഷം, എന്നിട്ട് 1883 എന്ന് എഴുതുക. അപ്പോൾ ഒന്നുകൂടി പറയാം. വുലിദ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ ഫി ലുബ്നാൻ സനത എന്ന വർഷം 1883. അപ്പോൾ ആ 3 വരിയും വെച്ച് നമ്മളൊരു വരി എഴുതി അല്ലേ. അങ്ങനെ സെൻറ്റൻസ് ആക്കി എഴുതാൻ വേണ്ടത്. വുലിദ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ ഫി ലുബ്നാൻ സനത്ത 1883. പിന്നെ ഇസ്മുൽ വാലിദ് ഉപ്പയുടെ പേര് ഖലീൽ ജുബ്രാൻ എന്നാണ്. ഇസ്മുൽ വാലിദ ഉമ്മയുടെ പേര് കാമില റഹ്മ അല്ലേ. ഇതാണ് ഇനി നമ്മളിപ്പോൾ ഇവിടെ തന്നതാണ്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാ? വാലിദുഹു ഖലീൽ ജുബ്രാൻ. വാലിദുഹു അദ്ദേഹത്തിൻ്റെ ഉപ്പ ഖലീൽ ജുബ്രാനാണ്. എന്നിട്ട് എഴുതാ വാലിദത്തുഹു അദ്ദേഹത്തിൻ്റെ അമ്മ കാമില റഹ്മ. അപ്പോൾ ആ സെൻറ്റൻസ് ഇങ്ങനെ എഴുതണ്ടേ. വാലിദുഹു അദ്ദേഹത്തിൻ്റെ ഉപ്പ, വാലിദുഹു ഖലീൽ ജുബ്രാൻ വാലിദത്തുഹു കാമില റഹ്മ. ഓക്കെ, അപ്പോൾ അതിൻ്റെ എഴുതി. പിന്നെ ഇനി ഇതിലേക്ക് നോക്കുക. അൽ മൻസിബു സ്ഥാനം, അദ്ദേഹം വഹിച്ച സ്ഥാനം എന്താ? ഷായിറുൻ മഷ്ഹൂറിൻ പ്രശസ്തനായ കവിയാണ്. കാത്തിബൻ എഴുത്തുകാരനാണ്. ഖദീറൻ കഴിവുറ്റ എഴുത്തുകാരനാണ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതിയാൽ മതി, അദ്ദേഹം പ്രശസ്തനായ കവിയും എഴുത്തുകാരനുമായിരുന്നു. അങ്ങനെ എഴുതിയാൽ പോരെ. അപ്പോൾ കാന ഷായിറൻ മഷ്ഹൂറൻ വ കാത്തിബൻ ഖദീറൻ അങ്ങനെ എഴുതിയാൽ മതി. കാന അദ്ദേഹമായിരുന്നു. കാന ഖലീൽ ജുബ്രാൻ, ഖാന ജുബ്രാൻ ഖലീൽ ജുബ്രാൻ ഷായിറൻ മഷ്ഹൂറൻ വ കാത്തിബൻ ഖദീറൻ അങ്ങനെ എഴുതിയാൽ മതി. ഇനി അൽ മുഅല്ലഫാത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, രചനകൾ. അൻ നബി എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. അജ്നിഹത്തുൻ മുതകസ്സിറ എന്നുള്ളത് മറ്റൊരു പുസ്തകത്തിൻ്റെ പേരാണ്. അത് ഇങ്ങനെ എഴുതുക. മിൻ മുഅല്ലഫാത്തിഹി അദ്ദേഹത്തിൻ്റെ രചനകളിൽ പെട്ടതാണ്. മിൻ
മിൻ മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിൻ്റെ രചനകളിൽപ്പെട്ടതാണ് എന്ത്, എന്നിട്ട് പേര് എഴുതുക. മിൻ മുഅല്ലഫാത്തിഹി അന്നബിയു വ അജ്നിഹത്തുൻ മുതകസ്സിറ. എഴുതിയല്ലോ. ഇനി ലാസ്റ്റ് അൽ വഫാത്തു, മരണം. 1931 ന്യൂയോർക്കിൽ മരിച്ചു അല്ലേ. അപ്പോൾ അതിങ്ങനെ അൽ വഫാത്ത്, മരണത്തെ പറ്റി എഴുതുമ്പോൾ തുവുഫിയ അദ്ദേഹം മരണപ്പെട്ടു. സനത്ത, വർഷം, ഏത് വർഷം? 1931 എന്ന് എഴുതുക. ന്യൂയോർക്കിൽ. അപ്പോൾ നമ്മൾ എഴുതിയത് ഇങ്ങനെ ഉണ്ടാവുക. വുലിദ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ ഫി ലുബ്നാൻ സനത്ത 1883. അൽഫിൻ വസമാനിയമേത്തിൻ വസലാസിൻ വസമാനീൻ, അങ്ങനെയാണ് അതിൻ്റെ അറബി. 1883. ഓക്കെ, എഴുതിയല്ലോ എല്ലാവരും. വാലിദുഹു ഖലീൽ ജുബ്രാൻ വ വാലിദതുഹു കാമില റഹ്മ കാന ശാഇറൻ മഷ്ഹൂറൻ വ കാതിബൻ ഖദീറൻ മിൻ മുഅല്ലഫാതിഹി അന്നബിയു വ അജ്നിഹത്തുൻ മുതകസ്സിറ തുവുഫിയ. എന്നിട്ട് വേണേൽ പേര് എഴുതാം, മരണപ്പെട്ടു. തുവുഫിയ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ പിന്നെ 1931 ന്യൂയോർക്ക്. ഇനി 14B ചോദ്യമാണ്. ഇഖ്റ അൽ ഫിഖറത, ഇഖ്റ നീ വായിക്കുക, അൽ ഫിഖറത്ത് ഈ പാരഗ്രാഫ് വായിക്കുക. വ അജീബ് എന്നിട്ട് ഉത്തരം എഴുതുക അനിൽ അസ്ഇല ചോദ്യങ്ങൾക്ക്. അപ്പോൾ ഒരു പാരഗ്രാഫ് കൊടുത്തിരിക്കുന്നു, അതിന് താഴെ 4 ചോദ്യങ്ങളും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആദ്യം പാരഗ്രാഫ് നമ്മൾ വായിച്ചു നോക്കുക. ഐമനുബിൻ അഹമ്മദ് ഒരാളുടെ പേരാണ്. അതിൻ്റെ വാക്കർത്ഥം എന്താ? അഹമ്മദിൻ്റെ മകൻ ഐമൻ എന്നാണ്. ഐമൻ ഇബ്നു അഹമ്മദ്, അഹമ്മദിൻ്റെ മകനായ ഐമനുബിൻ അഹമ്മദ് ദാരിസുൻ വിദ്യാർത്ഥിയാണ്, നഷീത്തുൻ നല്ല ഉന്മേഷവാനായ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. മാ എന്താണ് ഇസ്മ പേര് വാലിദ് ഐമൻ, ഐമനിൻ്റെ ഉപ്പയുടെ പേരെന്താണ്? അപ്പോൾ വാലിദുബിൻ അല്ല ഐമനുബിൻ അഹമ്മദ് എന്നതിൽ നിന്ന് തന്നെ അതിന് ഉത്തരമുണ്ട് അല്ലേ, അഹമ്മദിൻ്റെ മകനായ ഐമൻ എന്നാണ്. അപ്പോൾ ഐമൻ്റെ ഉപ്പൻ്റെ പേരെന്താ? അഹമ്മദ് എന്നാണ്. ഇനി പാരഗ്രാഫിലെ ബാക്കി ഭാഗം വായിച്ചു നോക്കുക. യസ്വിലു അവൻ എത്തുന്നു, ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക്, ഫിസ്സാഅത്തി താസ്യ 9 മണിക്ക്, സ്വബാഹൻ രാവിലെ 9 മണിക്ക് അവൻ സ്കൂളിലെത്തുന്നു. വഹുവ അവൻ യതഫവ്വഖു അവൻ മികവ് പുലർത്തുന്നു, ഫിദ്ദിറാസത്തി പഠനത്തിൽ, വരിയാദത്തി സ്പോർട്സിലും അവൻ മികച്ചവനാണ് അഥവാ മികവ് പുലർത്തുന്നു. വയുഷാരിക്കു അവൻ പങ്കുവഹിക്കുന്നു, ഫിൽ അമാലിൽ ഖൈരിയ നല്ല സേവന പ്രവർത്തനങ്ങളിലൊക്കെ നല്ല പ്രവർത്തനങ്ങളിലൊക്കെ അവൻ പങ്കുചേരുന്നു. യതമന്ന അവൻ ആഗ്രഹിക്കുന്നു, അയ്യക്കൂന ആകുവാൻ, മുദർരിസൻ അധ്യാപകനാകുവാൻ, മിസാലിയൻ ഒരു മാതൃകാ അധ്യാപകനാകാൻ, ലില്ലുഗത്തിൽ അറബിയ അറബി ഭാഷയുടെ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. മാ ഉംനിയത്ത് എന്താണ് ആഗ്രഹം? ഐമനുബിൻ അഹമ്മദിൻ്റെ ആഗ്രഹം എന്താണ്? അതപ്പോൾ നമ്മൾ വായിച്ചത് യതമന്ന അവൻ ആഗ്രഹിക്കുന്നു, അയ്യക്കൂന മുദർരിസൻ അധ്യാപകനാകാൻ, അല്ലെ അറബി ഭാഷയുടെ ഒരു മാതൃകാ അധ്യാപകനാകാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഇനി ബാക്കി നോക്കൂ. യർജിഉ അവൻ മടങ്ങുന്നു, കുല്ല യൗമിൻ എല്ലാ ദിവസവും അവൻ മടങ്ങുന്നു, ഇലാ ബൈത്തിഹി അവൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു, മസാഅൻ വൈകുന്നേരം, ബാഴ്ദമാ ലഇബ കളിച്ചതിനു ശേഷം, ബാഴ്ദ എന്ന് പറഞ്ഞാലും ബാഴ്ദമാ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്, ശേഷം, ലഇബ കളിച്ചതിന് ശേഷം, കുറത്തുൽ ഖദം ഫുട്ബോൾ കളിച്ചതിന് ശേഷം, മഅൽ അസ്തിഖായി കൂട്ടുകാരുടെ കൂടെ, ഫി മൽഅബി ഗ്രൗണ്ടിൽ അഥവാ കളിസ്ഥലത്ത്, അൽ മദ്രസത്തി സ്കൂളിൻ്റെ കളിസ്ഥലത്ത്, നിസ്ഫ സാഅ നിസ്ഫ് എന്ന് പറഞ്ഞാൽ അര, പകുതി, ഹാഫ്, സാഅ മണിക്കൂർ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കൂട്ടുകാരോടൊപ്പം ഫുട്ബോൾ കളിച്ചതിന് ശേഷം, എപ്പോഴാണ്? വൈകുന്നേരം കളിച്ചതിന് ശേഷം അവൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. അയ്യു ലഅബിൻ, അയ്യ് എന്നാൽ ഏത്, ലഅബ് കളി, ഏത് കളിയാണ് യൽ അബു കളിക്കുന്നത്, ഫി മൈതാനിൽ മദ്രസത്തി സ്കൂളിൻ്റെ മൈതാനത്ത് വെച്ച്, മഅൽ അസ്തിഖായി കൂട്ടുകാരുടെ കൂടെ ഏത് കളിയാണ് കളിക്കുന്നത്? അതിൻ്റെ ഉത്തരതായി ഇവിടെ ഖുറത്തുൽ ഖദം ഫുട്ബോളാണ് കളിക്കുന്നത്. ഫി അയ്യി വക്തിൻ ഏത് സമയത്താണ് യൽ അബൂന അവർ കളിക്കുന്നത്? അതേ വരിയിൽ കുറച്ച് നേരത്തെ മസാഅൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, ഇനി 15ാമത്തെ ചോദ്യമാണ്. തർജിം ട്രാൻസ്ലേറ്റ് ചെയ്യുക, വിവർത്തനം ചെയ്യുക,
അൽ ജുംലത സെന്റൻസ്, അല്ലാത്തിയ താഴെ വരുന്ന സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഒന്നാമത്തത് ലഖദ് സുർതു വിലായത്ത കൈരാല ഖബല യൗമേൻ. ലഖദ് സുർതു ഞാൻ സന്ദർശിച്ചു, വിലായത്ത് സംസ്ഥാനം, കേരള സംസ്ഥാനം ഞാൻ സന്ദർശിച്ചു, ഖബല മുമ്പ്, യൗമൈനി 2 ദിവസങ്ങൾക്ക് മുമ്പ്, 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കേരള സംസ്ഥാനം സന്ദർശിച്ചു. ഇനി ബാ അൽ മൗത്തു മരണം, അഹബ്ബു ഇലയ്യ, അഹബ്ബ് അതാണ് ഏറ്റവും പ്രിയപ്പെട്ടത്, ഇലയ്യ എനിക്ക്, മിനർ റിശ്വതി കൈക്കൂലിയേക്കാൾ, ലി അജ്ലി എനിക്ക് വേണ്ടിയുള്ള കൈക്കൂലിയേക്കാൾ മരണമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇനി മൂന്നാമത്തെ നോക്കുക. ഹൽ നസ്തതിഉ, ഹൽ എന്നാൽ ചോദ്യം ചോദിക്കാൻ വേണ്ടിയുള്ളതാണല്ലോ. ഹൽ നസ്തതിഉ നമുക്ക് കഴിയുമോ, അൻ നത്വിറ പറക്കുവാൻ, മിസ്ല പോലെ, അത്തുയൂർ പക്ഷികളെ പോലെ പറക്കാൻ നമുക്ക് കഴിയുമോ. ഇനി നാലാമത്തത് ഖാലത്ത് ആയിഷത്തു ബാക്കിയത്തൻ, ഖാലത്ത് പറഞ്ഞു, ആയിഷ പറഞ്ഞു, ബാക്കിയത്തൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഐന എവിടെ, ഹഖീബത്തി എൻ്റെ ബാഗ് എവിടെ, വദഫ്തരി എൻ്റെ നോട്ട് ബുക്ക് എവിടെ. ആയിഷ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എൻ്റെ ബാഗും നോട്ട് ബുക്കും എവിടെ എന്ന്. ഇനി 16ാമത്തെ ചോദ്യമാണ്, അഥവാ അവസാനത്തെ ചോദ്യമാണ്. ലാഹിൽ ശ്രദ്ധിക്കുക, അൽ ജദ്വൽ ഇവിടെ കൊടുത്ത ഈ പട്ടിക ശ്രദ്ധിക്കുക, ആൻഡ് അജീബ് ഉത്തരം എഴുതുക, അനിൽ അസ്ഇല ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ കൊടുത്ത ഈ പട്ടിക, ഈ ജദ്വല് ശ്രദ്ധിക്കണം. അതിൽ എന്താണ് ഫസ്റ്റിലെ കോളത്തിൽ നോക്കൂ, അൽ ഇസ്മ് പേര്, 3 ആളെ പേര് അതിന് താഴെ എഴുതിയിരിക്കുന്നു. അൽ മൻസിബ് അവരുടെ സ്ഥാനം, എന്നിട്ട് അവർ 3 പേര് എന്ത് സ്ഥാനമാണ്. ഇപ്പോൾ ഹാഫിൽ ഇബ്രാഹിം ഷായിർ കവിയാണ്, ബർഷിം റിയാലി അദ്ദേഹം ഒരു സ്പോർട്സ്മാനാണ്, APJ അബ്ദുൽ കലാമിൻ്റെ നേരെ റയീസുൽ ഹിന്ദ് ഇന്ത്യൻ പ്രസിഡൻ്റാണ്, അവരുടെ സ്ഥാനമാണ് എഴുതിയത്. പിന്നെ അൽ വിലാദത്തു ജനനം, അവരെവിടെയാണ് ജനിച്ചത്. ഹാഫിൽ ഇബ്രാഹിം ജനിച്ചത് മിസ്റിലാണ്, ബർഷിം ജനിച്ചത് ഖത്തറിലാണ്, APJ അബ്ദുൽ കലാം ഇന്ത്യയിലാണ്, അൽ ഹിന്ദ്. പിന്നെ അൽ കുത്തുബ് അവരുടെ പുസ്തകങ്ങൾ, ഹാഫിൽ ഇബ്രാഹിമിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് അൽ ലുഗത്തുൽ അറബിയ തൻ എന്ന് പറയുന്ന പുസ്തകം. ബർഷിം പുസ്തകമൊന്നും എഴുതിയിട്ടില്ല. പിന്നെ അജ്നിഹത്തു മിന്നാർ എന്നത് APJ അബ്ദുൽ കലാമിൻ്റെ പുസ്തകമാണ്. ഇത് ആർക്കും നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് നോക്കി വായിക്കാൻ നമ്മൾ തയ്യാറായാൽ നമുക്കിതിൻ്റെ ഉത്തരം മനസ്സിലാവും. എന്നിട്ട് ഒന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഷാഇറുൻ കവി, വുലിദ ജനിച്ചു, ഫി മിസ്ർ ഈജിപ്തിൽ ജനിച്ച കവി. മിസ്ർ എന്നാൽ ഈജിപ്ത് ജനിച്ച കവി ആരാണ്. അതാ ഇവിടെ ജനിച്ച സ്ഥലം പറയുന്നുണ്ടല്ലോ, ഇവിടെ മിസ്ർ പറയുന്നത് ആരുടെ നേരാ, ഹാഫിൽ ഇബ്രാഹിമിൻ്റെതാണ്. അപ്പോൾ അവിടെ ഹാഫിൽ ഇബ്രാഹിം എന്നാണ് ഉത്തരം എഴുതേണ്ടത്. ഇനി രണ്ടാമത് മാ എന്താണ് ഇസ്മ് പേര്, റിയാലി സ്പോർട്സ്മാൻ്റെ, അൽ ഖത്തരി ഖത്തറുകാരനായ സ്പോർട്സ്മാൻ്റെ പേരെന്താണ്. അപ്പോൾ റിയാലി ഖത്തർ എന്നൊക്കെ എഴുതി ആരുടെ പേര് നേരെയാണ്, ബർഷിം എന്നാളുടെ പേര് നേരെയാണ്. അപ്പോൾ ബർഷിമാണ് ഉത്തരം. ഇനി അടുത്ത് കാന ഡേഷ്, കാന എന്നാൽ ആയിരുന്നു, ഡേഷ് ആര് ആയിരുന്നു, റയീസുൽ ഹിന്ദ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു. അപ്പോൾ റയീസുൽ ഹിന്ദ് ഇവിടെയാണ് ആരുടെ പേര് നേരെ എഴുതിയിട്ടുള്ളത്, APJ അബ്ദുൽ കലാം. അതിൽ നോക്കി എഴുതിയാൽ മതി. മൻ ആരാണ് കത്തബ എഴുതിയത്, അജ്നിഹത്തു മിന്നാർ എന്ന പുസ്തകം എഴുതിയ ആരാണ്. അപ്പോൾ അജ്നിഹത്തു മിന്നാർ എന്ന് എഴുതാ ഇവിടെ അല്ലേ കാണുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ആളെ പേര് കൊടുത്തിട്ടില്ലേ, APJ അബ്ദുൽ കലാം. അപ്പോൾ ഇതിൽ 4 മാർക്കും എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് നേടാവുന്നതാണ്. അപ്പോൾ ഈ മോഡൽ എക്സാമിലെ ക്വസ്റ്റ്യൻസ് അല്ലേ, അത് ബുദ്ധിമുട്ടില്ലാത്തതായിരുന്നു. നമുക്ക് സന്തോഷിക്കാം. ഇനി എവിടെയെങ്കിലും ആർക്കെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സങ്കടപ്പെടേണ്ടതില്ല. SLC പരീക്ഷയിൽ ആ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, എല്ലാവരും വിജയിക്കട്ടെ, എല്ലാവർക്കും A+ കിട്ടട്ടെ. അസ്സലാമു അലൈക്കും.